ശിവസേന എം പി രവീന്ദ്ര ഗെയ്ക്വാദ് മർദ്ദിച്ചത് എയർ ഇന്ത്യ ജീവനക്കാരനായ മലയാളിയെ. മർദ്ദനമേറ്റത് കണ്ണൂർ സ്വദേശി സുകുമാരനാണ്. ബിസിനസ് ക്ലാസ് നൽകിയില്ലെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. ശിവസേന എം പിയാണ് മർദ്ദിച്ചത്. വിശദാംശങ്ങളുമായി കെ രാജേന്ദ്രൻ ചേരുന്നു. രാജേന്ദ്രൻ, വളരെ മ്ലേച്ഛമായ അല്ലെങ്കിൽ ദാരുണമായ സംഭവത്തിൽ ഇരയായിരിക്കുന്നത് മലയാളിയാണ്. ഏത് രീതിയിലാണ് അദ്ദേഹവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞുവോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അദ്ദേഹത്തിന്റെ പ്രതികരണം ഏത് രീതിയിൽ വരുന്നു? ഇത് വളരെ ദാരുണമായ ആ ക്രൂരകൃത്യത്തിന്റെ ഇര ഒരു മലയാളിയാണ് എന്നതാണ് നമുക്കിപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. എയർ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന കണ്ണൂർ സ്വദേശിയായ സുകുമാറാണ് ശിവസേന നേതാവും ശിവസേനയുടെ എം പിയുമായ വീരേന്ദ്ര ഗെയ്ക്വാഡിന്റെ ഈ മർദ്ദനത്തിന്, ക്രൂരമായ മർദ്ദനത്തിനും അധിക്ഷേപത്തിനുമെല്ലാം തന്നെ ഇരയായത്. ഇദ്ദേഹം വളരെ വ്രണിത ഹൃദയനാണ്. അദ്ദേഹം പറഞ്ഞത് ഈ ഘട്ടത്തിൽ ഒന്നും തന്നെ തനിക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാനില്ല. സംഭവത്തിൽ അങ്ങേയറ്റം വിഷമമുണ്ട്, എന്നാൽ ഈ ഘട്ടത്തിൽ ഒന്നും തന്നെ സംസാരിക്കാനില്ല. എന്നാൽ ഈ ക്രൂരതയ്ക്ക് ഇരയായത് മലയാളിയാണ് എന്നത് നടുക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇത് കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമാണ് വിമാനത്താവളത്തിൽ വിമാനത്തിനകത്ത് നടന്നത്. കാരണം ശിവസേന എം പി അദ്ദേഹത്തിന് എക്കണോമിക് ക്ലാസ് ടിക്കറ്റാണ് നൽകിയിരുന്നത്. കാരണം ആ വിമാനത്തിനകത്ത് എക്കണോമിക് ക്ലാസ് ടിക്കറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ തനിക്കിത് ബിസിനസ് ക്ലാസ് തന്നെ നൽകണമെന്ന് വാശി പിടിച്ചു. എന്നാൽ ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു കണ്ണൂർ സ്വദേശിയായ സുകുമാർ. അതുകൊണ്ടാണ് സുകുമാർ ഒരു കാരണവശാലും തനിക്ക് ഇതിന് സാധിക്കില്ല, കാരണം ഇത് ഈ ഘട്ടത്തിൽ പെട്ടെന്ന് പരിഹരിക്കാവുന്ന ഒരു വിഷയമല്ല, അതുകൊണ്ട് തന്നെ എക്കണോമിക് ക്ലാസ്സിൽ തന്നെ യാത്ര ചെയ്യണമെന്ന് വളരെ മാന്യമായ രീതിയിൽ പലതവണ എം പിയോട് പറഞ്ഞു. എന്നാൽ ഇത് അംഗീകരിക്കാൻ അധികം തയ്യാറായില്ല എന്ന് മാത്രമല്ല, ചെരുപ്പൂരി സുകുമാരനെ ക്രൂരമായ രീതിയിൽ മർദ്ദിച്ചു എന്ന് മാത്രമല്ല, അതിനുശേഷം ടെലിവിഷൻ ക്യാമറകൾക്ക് മുന്നിൽ ഹാജരായ ശിവസേന എം പി വീരേന്ദ്ര ഗെയ്ക്വാഡ് പറഞ്ഞത് ഇത് തനിക്കിങ്ങനെ മർദ്ദിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്, താനൊരു VIP ആണ്, തന്നെ അവഹേളിച്ചു, തനിക്ക് അർഹമായ സീറ്റ് നൽകാതെ, ബിസിനസ് ക്ലാസ് സീറ്റ് നൽകാതെ തന്നെ അവഹേളിച്ചു, അതുകൊണ്ടാണ് താൻ ചെരുപ്പൂരി 25 തവണ അടിച്ചത് എന്നാണ്. എന്തായാലും ഈ ക്രൂരതയ്ക്ക് ഇരയായത് ഒരു മലയാളിയാണ് എന്നത് എല്ലാ മലയാളികളെയും തന്നെ നടുക്കുന്ന ഒരു വിവരമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ ഘട്ടത്തിൽ തനിക്ക് ഒന്നും തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കാനില്ല എന്നൊരു നിലപാടാണ് നമ്മൾ ഇദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ സുകുമാർ അഭിപ്രായപ്പെട്ടത്. തീർച്ചയായും രാജേന്ദ്രന് ഒന്നും പറയാനില്ലെങ്കിൽ കൂടി അദ്ദേഹം അത്രത്തോളം, കാരണം ഒരു വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ശ്രമിച്ചത്. നമ്മൾ ഇന്ത്യ ഒട്ടാകെ ഒരു പക്ഷേ അതിൻ്റെ പ്രതികരണങ്ങൾ ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ട വിഷയം. ഇതൊരു മലയാളി കൂടിയാകുമ്പോൾ അദ്ദേഹത്തെ ടെലിഫോണിൽ ബന്ധപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ ഏത് രീതിയിലായിരുന്നു? ഒറ്റ വാക്കിൽ അദ്ദേഹം മറുപടി പറയുകയായിരുന്നോ? തുടർ നടപടിയെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയൊക്കെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടോ അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാരോ അവരിൽ നിന്നുള്ള എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭിച്ചുവോ? ഈ വ്യത്യസ്തമായ അധിക്ഷേപങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് രാജ്യത്ത്. ഇത് ആദ്യത്തെ ഒരു സമാനമായ സംഭവം ആദ്യമല്ല. നേരത്തെ പലതവണ വിമാനത്തിനകത്തും വിമാനത്താവളത്തിൽ വെച്ചെല്ലാം തന്നെ VVIPകൾ എയർപോർട്ടിലെ ജീവനക്കാരെല്ലാം തന്നെ, വിമാനങ്ങളിലെ ജീവനക്കാരെല്ലാം തന്നെ അധിക്ഷേപിച്ച സംഭവങ്ങളെല്ലാം തന്നെയുണ്ട്. പക്ഷേ ഇത്തരത്തിലൊന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് എന്ന്. അതായത് ചെരുപ്പൂരി അടിക്കുന്നു, അത് പെട്ടെന്നുള്ള ഒരു പ്രകോപനം മാത്രമാണെന്ന് പറയാൻ സാധിക്കില്ല. വളരെ ബോധപൂർവം സ്വതസിദ്ധമായ ഫ്യൂഡൽ ശൈലിയിൽ, പ്രത്യേകിച്ച് അദ്ദേഹം ശിവസേനയുടെ ഒരു നേതാവ് കൂടിയാണ്. ശിവസേന ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ശിവസേന എന്ന പാർട്ടിക്ക് മലയാളികളോട് ഒരു കടുത്ത എതിർപ്പുണ്ട്. മുംബൈയിലെല്ലാം തന്നെ ശിവസേന രൂപം കൊണ്ട കാലത്ത് തന്നെ അത് ശക്തമായ സൗത്ത് ഇന്ത്യൻ വിരുദ്ധത, പ്രത്യേകിച്ച് മലയാളി വിരുദ്ധതയെല്ലാം തന്നെ ആളി കത്തിച്ചുകൊണ്ടാണ് അവരെല്ലാം സജീവമായിരുന്നത്. എന്നാൽ ഇത് കേട്ടുകേൾവികളൊന്നും ഇല്ലാത്ത രീതിയിൽ ചെരുപ്പൂരി അടിക്കുന്നു, അതും ഒരു ന്യായവുമില്ലാതെ. ആ എയർപോർട്ട് അതിനകത്ത് ഇന്ത്യൻ എയർലൈൻസിലെ ജീവനക്കാരനായ സുകുമാരന് ഒരു കാരണവശാലും തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല അത്. ഒരു എക്കണോമിക് ക്ലാസ്സിലെ ടിക്കറ്റ് ബിസിനസ് ക്ലാസ്സിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ ആ ഘട്ടത്തിൽ ഒരു കാരണവശാലും തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യം പലതവണ വളരെ മാന്യമായ രീതിയിൽ സുകുമാർ ഈ ശിവസേന നേതാവായ വീരേന്ദ്ര ഗെയ്ക്വാഡിനോട് വിശദീകരിച്ചു. പലതവണ ഇത് വിശദീകരിച്ചിട്ടും അദ്ദേഹം ഇതൊന്നും അംഗീകരിക്കാൻ തയ്യാറായില്ല. ഈ ഘട്ടത്തിലാണ് ചെരുപ്പൂരി വീരേന്ദ്ര ഗെയ്ക്വാഡ് സുകുമാരനെ ക്രൂരമായ രീതിയിൽ മർദ്ദിച്ചത്. ഒരു തവണയല്ല, നിരവധി തവണ മർദ്ദിച്ചു. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ, വീരേന്ദ്ര ഗെയ്ക്വാഡിനെതിരെ കേസെടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും അല്പമെങ്കിലും ആശ്വാസം നൽകുന്ന ഒരു വാർത്ത. എന്നാൽ ഇതൊരു കേസെടുത്തത് കൊണ്ട് മാത്രം
അവസാനിക്കുന്ന ഒരു വിഷയമല്ല. കാരണം ഇത്തരത്തിലുള്ള കേസുകളെല്ലാം എടുത്താലും ശിവസേന എന്ന പാർട്ടി ഇന്ത്യ ഭരിക്കുന്ന NDAയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ്. ഇന്നും BJPയുടെ ആശയപരമായി ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ഒരു സഖ്യകക്ഷിയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസെടുത്തത് കൊണ്ട് മാത്രം ഇത് തീരുന്ന വിഷയമല്ല. സർവോപരി ഇപ്പോൾ എയർലൈൻസ് കമ്പനികളെല്ലാം കൂടി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ ഒരു എയർലൈൻ സ്റ്റാഫിനോട് ഇത്രയും ക്രൂരമായി പ്രതികരിച്ച വീരേന്ദ്ര ഗെയ്ക്വാഡിനെ ഇനി ഒരു എയർലൈൻസിലും ഒരു വിമാനത്തിലും തന്നെ കേറ്റില്ല എന്നൊരു തീരുമാനം അവർ എടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും വീരേന്ദ്ര ഗെയ്ക്വാഡ് ഇതേവരെ നിലപാട് മാറ്റിയിട്ടില്ല. അദ്ദേഹം മാപ്പ് പറയാൻ പോലും തയ്യാറായിട്ടില്ല. എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്, താൻ ചെയ്ത നടപടി എത്ര ക്രൂരമാണെങ്കിലും എത്ര നീചമാണെങ്കിലും അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന ഒരു ഫ്യൂഡൽ സമീപനം തന്നെയാണ് ഇപ്പോഴും ആ ശിവസേന നേതാവ് കൈക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ സമാനമായ സംഭവങ്ങൾ അപൂർവമാണ്. എന്നാൽ ഇതിന് ഇരയായിരിക്കുന്നത് ഒരു മലയാളിയായ ഒരു ഉദ്യോഗസ്ഥനാണ് എന്നതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവം. ശിവസേന MP-യുടെ മർദ്ദനം ഏറ്റത് കണ്ണൂർ സ്വദേശി സുകുമാരനാണ് എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് അറിയിക്കാൻ ഉള്ളത്. വിശദാംശങ്ങളാണ് K. രാജേന്ദ്രൻ നൽകിയത്. അക്രമത്തിലൂടെ സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ RSS ശ്രമമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. RSSന്റെ അക്രമ രാഷ്ട്രീയത്തെ ജനാധിപത്യ രീതിയിൽ നേരിടും. ഗോരക്ഷയുടെ പേരിൽ UP-യിൽ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നതായും അയോധ്യ പ്രശ്നം ഭൂമി പ്രശ്നമാണ്, അത് കോടതിക്ക് പുറത്ത് തീർക്കേണ്ടതല്ലെന്നും യെച്ചൂരി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. RSS അതിക്രമത്തിൽ രാജ്യത്താകെ അപകടകരമായ സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. കേരളത്തിൽ അക്രമത്തിലൂടെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനാണ് RSS ശ്രമമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. To destabilize the Kerala government is the first target to a situation of a very, very dangerous communal polarization and clash. Of course, we will face the challenge, as I said, and we are determined to defeat it through democratic methods. തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം 9 CPIM പ്രവർത്തകരാണ് കേരളത്തിൽ കൊല്ലപ്പെട്ടത്. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ തടയാനുള്ള RSSന്റെ ശ്രമം അക്രമ രാഷ്ട്രീയത്തിന്റെ മുഖമാണെന്നും യെച്ചൂരി കുറ്റപ്പെടുത്തി. അതിക്രമത്തിലൂടെ സ്വാധീനം ഉറപ്പിക്കാനുള്ള RSS ശ്രമം നടപ്പാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗോരക്ഷയുടെ പേരിൽ UP-യിൽ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാണ്. RSSന്റെ ഹിന്ദുത്വ രാഷ്ട്രം BJP സർക്കാർ നടപ്പാക്കുന്നതായും അദ്ദേഹം കുറ്റപ്പെടുത്തി. അയോധ്യ പ്രശ്നം കോടതിക്ക് പുറത്ത് തീർപ്പാക്കാനുള്ള ശ്രമങ്ങൾ RSS തന്നെ അടയ്ക്കുകയാണ്. അയോധ്യ പ്രശ്നം ഭൂമി പ്രശ്നമാണ്, അത് കോടതിക്ക് പുറത്ത് തീർക്കേണ്ടതല്ലെന്നും യെച്ചൂരി കൂട്ടിച്ചേർത്തു. This is a matter of law. This is not a matter of political settlement. Who is the owner of the land? So let the Supreme Court deliver justice. സംസ്ഥാനത്തെ പോലീസിന്റെ വീഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ അംഗീകരിച്ചത് അത് തെറ്റുതിരുത്തുന്നതിന്റെ ഭാഗമാണെന്നും യെച്ചൂരി പറഞ്ഞു. EP ജയരാജൻ ഉൾപ്പെട്ട ബന്ധുനിയമന വിഷയം അടുത്ത CPIM കേന്ദ്ര കമ്മിറ്റി യോഗം പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്നും യെച്ചൂരി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംവിധായകൻ വിനയനെ വിലക്കിയ സംഭവത്തിൽ അമ്മയ്ക്കും ഫെഫ്കയ്ക്കും കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പിഴ ചുമത്തി. ഭാരവാഹികളായ ഇന്നസെന്റ്, ഇടവേള ബാബു, സിബി മലയിൽ, B. ഉണ്ണികൃഷ്ണൻ എന്നിവർ പിഴയടയ്ക്കണം. അമ്മയ്ക്ക് 4 ലക്ഷം രൂപയും ഫെഫ്കയ്ക്ക് 85,594 രൂപയുമാണ് പിഴ ചുമത്തിയത്. അപ്രഖ്യാപിത വിലക്ക് നേരിട്ടതുമായി ബന്ധപ്പെട്ട് വിനയൻ നൽകിയ പരാതിയിന്മേലാണ് നടപടി. ഇന്നസെന്റ് 51,000 രൂപയും സിബി മലയിൽ 61,000 രൂപയും പിഴയൊടുക്കണം. രാജ്യത്തെ വിവിധ അസോസിയേഷനുകളുടെയും വിവിധ സംഘടനകളുടെയും പ്രവർത്തന രീതി പരിശോധിക്കുന്ന സംവിധാനമാണ് CIA. മലപ്പുറത്ത് SDP വെൽഫെയർ പാർട്ടികളുമായുള്ള സഖ്യത്തിന് ലീഗിന്റെ രഹസ്യ നീക്കം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച SDP വെൽഫെയർ പാർട്ടികൾ സ്ഥാനാർത്ഥിയെ നിർത്താതെ ലീഗുമായി ഒത്തുകളിക്കുന്നു. 2014 SDPIക്ക് 47,853 വോട്ടും വെൽഫെയർ പാർട്ടിക്ക് 29,216 വോട്ടും ലഭിച്ചിരുന്നു. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമായി ഏറ്റെടുത്ത ലീഗും UDFും പരമാവധി വോട്ടുകൾ സമാഹരിക്കാനുള്ള നീക്കത്തിലാണ്. 2014 വോട്ടും ഭൂരിപക്ഷവും വർദ്ധിപ്പിക്കുമെന്നത് നിലവിലെ സാഹചര്യത്തിൽ UDFന് വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ 13,12,693 വോട്ടർമാരുള്ള മണ്ഡലത്തിൽ 70% വരുന്ന മുസ്ലിം വോട്ടിലാണ് ലീഗിന്റെ കണ്ണ്. ഈ വോട്ടുകൾ സമാഹരിക്കുക എന്ന ലക്ഷ്യം വെച്ചുള്ള അണിയറ നീക്കം ലീഗ് തുടങ്ങിക്കഴിഞ്ഞു. 2014 അഹമ്മദിനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തി 47,853 വോട്ട് നേടിയ SDPIക്കും 29,216 വോട്ട് നേടിയ വെൽഫെയർ പാർട്ടിക്കും ഇത്തവണ സ്ഥാനാർത്ഥിയില്ല. ഉപതെരഞ്ഞെടുപ്പിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമില്ലെന്ന മുടന്തൻ ന്യായം പറഞ്ഞാണ് ഇവരുടെ പിന്മാറ്റം. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം. മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പാർട്ടി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട്
മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ പാർട്ടി മത്സരിക്കുന്നതല്ല. എങ്ങനെയാണ് വോട്ട് വിനിയോഗിക്കേണ്ടത് എന്നുള്ളത് പാർട്ടി പിന്നീട് ആലോചിച്ച് തീരുമാനിച്ച് അറിയിക്കുന്നതാണ്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ലോക്സഭയ്ക്ക് കീഴിലെ 7 മണ്ഡലങ്ങളിലും SDPI മത്സരിച്ചിരുന്നു. 20,000-ഓളം വോട്ടും ഇവർ പിടിച്ചു. കാര്യമായ വോട്ട് ലഭിച്ചില്ലെങ്കിലും വെൽഫെയർ പാർട്ടിയും മത്സരരംഗത്തുണ്ടായിരുന്നു. ചെറുകിട പാർട്ടികളെല്ലാം ചേർന്ന് പൊതുസ്വതന്ത്രം നിർത്താനുള്ള ശ്രമം തടയുന്നതിലും ലീഗ് വിജയിച്ചു. AK ലതീഷ്, മലപ്പുറം. UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയിൽ ഒരു കോളം ഒഴിച്ചിട്ടെന്ന് കാണിച്ച് പരാതി. സൂക്ഷ്മപരിശോധന സമയത്ത് പത്രിക തള്ളണമെന്നാവശ്യപ്പെട്ട BJP രംഗത്തെത്തിയത് ബഹളത്തിനിടയാക്കി. പിഴവ് ചൂണ്ടിക്കാണിച്ചാണ് റിട്ടേണിംഗ് ഓഫീസർ കുഞ്ഞാലിക്കുട്ടിയുടെ പത്രിക സ്വീകരിച്ചത്. നാമനിർദ്ദേശ പത്രികയിലെ പേജ് നമ്പർ 13-ലെ സ്വത്തുവിവരം സംബന്ധിച്ചുള്ള വിവരങ്ങളിലെ ഒരു കോളമാണ് വിട്ടുപോയത്. ഭാര്യയുടെ പേരിലുള്ള ഈ ഭൂമിയുടെ മൂല്യം കാണിച്ചിട്ടുണ്ടെങ്കിലും നിർമ്മാണ പ്രവൃത്തികൾ നടന്നതിന്റെ വിവരങ്ങളില്ല. എന്നാൽ ഒരു കോളവും ഒഴിച്ചിട്ടിട്ടില്ലെന്ന് കലക്ടർ പത്രിക സ്വീകരിച്ച സമയത്ത് റെസിപ്റ്റ് നൽകിയിരുന്നു. കോളം ഒഴിച്ചിട്ടത് കാണിച്ച് റിട്ടേണിംഗ് ഓഫീസർ നോട്ടീസും നൽകിയിരുന്നില്ല. ഈ സാഹചര്യത്തിൽ പിഴവ് ചൂണ്ടിക്കാണിച്ച് പത്രിക സ്വീകരിക്കുകയായിരുന്നു. BJP ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. ആ ഡിഫക്റ്റ് കണ്ടുപിടിക്കപ്പെടുമ്പോൾ അത് തള്ളാനുള്ള വിവേചന അധികാരം മാത്രമാണ് റിട്ടേണിംഗ് ഓഫീസർക്ക് നിയമപരമായിട്ടുള്ളത്. പക്ഷേ അതല്ലാതെ സ്വീകരിക്കുന്നതാണ് കാണുവാൻ വേണ്ടി സാധിക്കപ്പെട്ടത്. 7 കോളം ഒഴിച്ചിട്ട യൂസഫ് എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പത്രിക സൂക്ഷ്മ പരിശോധനാ സമയത്ത് തള്ളിയിരുന്നു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കാസർഗോഡ് മദ്രസ അധ്യാപകന്റെ കൊലപാതകത്തിൽ അറസ്റ്റിലായ 3 BJP RS പ്രവർത്തകരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അജേഷ് എന്ന അപ്പു, നിതിൻ, അഖിൽ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. ഒരാഴ്ച മുൻപാണ് പഴയജൂരി മദ്രസ അധ്യാപകൻ കുടക് സ്വദേശി മുഹമ്മദ് റിയാസിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. വ്യക്തിപരമായ യാതൊരു വിരോധവും ഇല്ലാതെയാണ് കാസർഗോഡ് ചൂരിയിലെ മദ്രസാധ്യാപകൻ കർണാടക കുടക് സ്വദേശി 30-കാരനായ റിയാസിനെ പ്രതികൾ കൊലപ്പെടുത്തിയത്. വർഗീയ ധ്രുവീകരണവും സാമുദായിക ഭിന്നതയും ലക്ഷ്യമാക്കി നടത്തിയ കൊലപാതകമാണിതെന്നാണ് ചോദ്യം ചെയ്യലിൽ പ്രതികൾ പോലീസിന് നൽകിയ മൊഴി. 1-ാം പ്രതി 19-കാരനായ അജേഷ് എന്ന അപ്പു, 2-ാം പ്രതി 20-കാരനായ നിതിൻ, 3-ാം പ്രതി 25-കാരനായ അഖിൽ എന്നിവരെ ഇന്നലെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തി കനത്ത സുരക്ഷാ സംവിധാനത്തോടെ ഉച്ചയോടെ കാസർഗോഡ് ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ ഹാജരാക്കി. ഇവരെ മജിസ്ട്രേറ്റ് A. നിസാം 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. വർഗീയ താൽപര്യങ്ങൾ തന്നെയാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. സംഘത്തലവൻ ക്രൈംബ്രാഞ്ച് SP ഡോക്ടർ A. ശ്രീനിവാസൻ. ഇപ്പോഴത്തെ അന്വേഷണത്തിൽ 3 പ്രതികളെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തിട്ട് ഇന്ന് കോടതി ഹാജരാക്കിയിട്ടുണ്ട്. ഈ ആൾക്കാരനെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് പിന്നെ ചോദ്യം ചെയ്യേണ്ടതായിരിക്കും. പിന്നെ എന്തെങ്കിലും പുതിയ വെളിപ്പെടുത്തൽ ഇല്ലെങ്കിൽ നടപടി സ്വീകരിക്കേണ്ടതായിരിക്കും. ഒരു വർഗീയ രീതിയിലാണ് കാണുന്നത്. ശാസ്ത്രീയ രീതിയിലുള്ള അന്വേഷണമാണ് പോലീസ് അവലംബിച്ചത്. സൈബർ സെല്ലിന്റെ സഹായവും ലഭിച്ചു. നേരത്തെ വർഗീയ സംഘർഷങ്ങൾ നിലനിന്നിരുന്ന മീപ്പുകുരി, ചൂരി പ്രദേശങ്ങളിലെ എല്ലാ വിഭാഗത്തിലും പെട്ട യുവാക്കളെ പങ്കെടുപ്പിച്ച് ജനമൈത്രി പോലീസ് ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചിരുന്നു. ഇത് പ്രതികൾക്ക് ഇഷ്ടമായില്ല. സാമുദായിക സൗഹാർദ്ദം തകർക്കുക എന്ന ദുരുദ്ദേശത്തോടെ ആസൂത്രണം ചെയ്തതാണ് ഈ കൊലപാതകമെന്നാണ് അന്വേഷണ സംഘം എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം. സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പ്രത്യേക പോലീസ് സംഘത്തെ സർക്കാർ നിയോഗിച്ചിരുന്നു. പോലീസ് സൂപ്രണ്ട് ഡോക്ടർ ശ്രീനിവാസ് നേതൃത്വം നൽകിയ ടീമിൽ മാനന്തവാടി ജോയിന്റ് SP ജയദേവ് ജി, മലപ്പുറം DCRB DYSP മോഹനചന്ദ്രൻ, തളിപ്പറമ്പ് സർക്കിൾ ഇൻസ്പെക്ടർ PK സുധാകരൻ എന്നിവർ അംഗങ്ങളായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വയനാട്ടിൽ യതീംഖാനയിലെ കുട്ടികളെ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ പ്രതികളെ പെൺകുട്ടികൾ തിരിച്ചറിഞ്ഞു. മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ നടന്ന തിരിച്ചറിയൽ പരേഡിലാണ് 6 പ്രതികളെയും പെൺകുട്ടികൾ തിരിച്ചറിഞ്ഞത്. ജുഡീഷ്യൽ ഐഡന്റിഫിക്കേഷൻ പരേഡ് കഴിഞ്ഞ സാഹചര്യത്തിൽ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. സുൽത്താൻ ബത്തേരി 2-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ വൈത്തിരി സബ് ജയിലിലാണ് തിരിച്ചറിയൽ പരേഡ് നടന്നത്. കേസിലെ 6 പ്രതികളെയും മജിസ്ട്രേറ്റിന് മുന്നിൽ വെച്ച് പെൺകുട്ടികൾ തിരിച്ചറിഞ്ഞു. ബലാത്സംഗം നടന്നതായി പറയുന്ന ഹോട്ടലിന്റെ ഉടമ നാസർ അഹമ്മദ് കോയ, സുഹൃത്തുക്കളായ ജുലൈബ് മുസ്തഫ, ജുമൈദ് അബൂബക്കർ, അസ്ഹർ ഹംസ, മുസ്തഫ അബൂബക്കർ, മുഹമ്മദ് റാഫി എന്നിവരെയാണ് കുട്ടികൾ തിരിച്ചറിഞ്ഞത്. തിരിച്ചറിയൽ പരേഡ് പൂർത്തിയായ സാഹചര്യത്തിൽ പ്രതികളെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. 8, 9 ക്ലാസുകളിൽ പഠിക്കുന്ന 7 പെൺകുട്ടികളെ 3 മാസക്കാലം ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തു എന്നാണ് കേസ്. മാർച്ച് 8-നാണ് കേസിലെ 6 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമം, ബലാത്സംഗം, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് 11 കേസുകളാണ് കൽപ്പറ്റ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, വയനാട്. വരൾച്ചയിൽ പാലക്കാട് ജില്ലയുടെ കാർഷിക മേഖല തകർന്നു. 45 കോടിയുടെ വിളനാശമെന്ന് കൃഷി വകുപ്പ് റിപ്പോർട്ട്.
14,000 ഹെക്ടർ നെൽകൃഷിയും 6 ഹെക്ടറിലെ പച്ചക്കറിയും വെള്ളമില്ലാതെ ഉണങ്ങി നശിച്ചു. കൊടും ചൂടിന് ആശ്വാസമായി ചെറിയ മഴ പെയ്തെങ്കിലും പാലക്കാട്ടെ കാർഷിക മേഖല വലിയ ആശങ്കയിലാണ്. കരിഞ്ഞുണങ്ങി നശിച്ച പച്ചക്കറി തോട്ടങ്ങൾ, കൃഷിയിറക്കിയ നെൽപ്പാടങ്ങൾ കതിരിടാതെ നാമാവശേഷമായി. കൃഷിവകുപ്പിന്റെ കണക്കനുസരിച്ച് 14,158 ഹെക്ടർ നെൽകൃഷിയാണ് നശിച്ചത്. മഴ കുറഞ്ഞത് കാരണം രണ്ടാം വിള ഇറക്കുന്നത് സുരക്ഷിതമല്ലെന്ന കൃഷിവകുപ്പ് മുന്നറിയിപ്പ് അവഗണിച്ച് കൃഷിയിറക്കിയവയും നശിച്ചവയിലുണ്ട്. രണ്ടാം വിള ഇറക്കാത്ത പ്രദേശങ്ങളിൽ ജലസ്രോതസ്സുകൾ വറ്റിവരണ്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയ മഴ ലഭിച്ചെങ്കിലും വരും ദിവസങ്ങളിൽ പാലക്കാട്ട് ചൂടുയരാനാണ് സാധ്യതയെന്ന് IRTC റിസർച്ച് കോർഡിനേറ്റർ പ്രൊഫസർ BM മുസ്തഫ പറഞ്ഞു. പാലക്കാട് ജില്ലയിൽ 0.2 മില്ലിമീറ്റർ മുതൽ 1100 മില്ലിമീറ്റർ വരെ മഴ പെയ്തിട്ടുണ്ട്. ഓരോ പ്രദേശത്തും വ്യത്യസ്തമായിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ ആശ്വാസമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ചൂട് കൂടും. ഏതായാലും ഏപ്രിൽ മെയ് മാസത്തിൽ ചൂട് കൂടും, കാരണം അത്രത്തോളം വെള്ളത്തിൻ്റെ അവസ്ഥ ഇവിടെ കുറവാണ്. കുളങ്ങളെല്ലാം വറ്റിക്കഴിഞ്ഞു. എലവഞ്ചേരി, വടകരപ്പതി പ്രദേശങ്ങളിലാണ് പച്ചക്കറി കൃഷി വ്യാപകമായി നശിച്ചത്. 6 ഹെക്ടർ കൃഷി വെള്ളമില്ലാതെ നശിച്ചു. വിളനാശത്തിന് നഷ്ടപരിഹാരം നൽകാനായി കൃഷിവകുപ്പ് 19 കോടിയുടെ സഹായം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വേനൽ മഴ കാരണം ഡാമുകളിൽ കഴിഞ്ഞ വർഷത്തേതിന് സമാനമായ അവസ്ഥയിലേക്ക് ജലനിരപ്പ് ഉയർന്നു എന്നത് മാത്രമാണ് നേരിയ ആശ്വാസം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പത്തനംതിട്ടയിൽ നാളെ നടക്കുന്ന ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലിത്തയുടെ 100ാം പിറന്നാൾ ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കൈരളി TVയും കാഴ്ചയും സംയുക്തമായാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുക. പരിസ്ഥിതി സൗഹൃദ വിവാഹാഘോഷം നടത്തുന്നവരെ അനുമോദിച്ചും ആദരിച്ചും മാതൃക സൃഷ്ടിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ നഗരസഭ. കണ്ണൂരിലെ പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പ് ഫാത്തിമ ഗോൾഡുമായി സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നഗരസഭ ഷോപ്പിംഗ് മാൾ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ഈ പദ്ധതിക്ക് തുടക്കമായി.